കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞു ഓണത്തിന് പ്രത്യേക അരി വിതരണം ഉണ്ടായില്ല, അതായത് കേന്ദ്രത്തിൻ്റെ വിഹിതം കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നു, റേഷൻ അരി കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉള്ളതിൽ ഒരു തരി മണി പോലും പിണറായി വിജയൻ്റേതല്ല, അത് മോദി അരിയാണ് എന്നാണ് പറഞ്ഞത്. അത് പക്ഷേ അത് പറഞ്ഞ് വോട്ട് വാങ്ങിക്കാൻ മാത്രം തരം താഴ്ന്നവരല്ല തങ്ങൾ. അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയാതിരിക്കുന്നത്, അത് ജനങ്ങളുടെ അവകാശമാണ് എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് ഇത് മോഡിയുടെ വയലിൽ വിളഞ്ഞതായിരിക്കുമല്ലേ എന്നൊക്കെയാണ് പല കമൻറ്റുകളും വരുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവരെ ആക്ഷേപം ഉന്നയിക്കും, പിണറായി വിജയൻ ആക്ഷേപം ഉന്നയിക്കും, ഒന്നും കിട്ടില്ല എന്ന് പറയും. അപ്പോൾ തെളിവ് സഹിതം BJP കേന്ദ്ര നേതൃത്വം അതിന് മറുപടി പറയുമ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണ് ശരിക്കും? ഈ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കേന്ദ്രവിരുദ്ധ, പ്രത്യേകിച്ച് മോഡി ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കേന്ദ്രവിരുദ്ധത പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഹിതകരമാണ് എന്നുള്ളത് കേരളം ഭരിക്കുന്ന മുന്നണിയും പാർട്ടിയും ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മന്ത്രിമാർ, പാർട്ടിക്കോ മുന്നണിക്കോ അല്ലല്ലോ, മന്ത്രിമാരല്ലേ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അവർ ആലോചിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതുമായിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലങ്ങളോളം നുണ പറഞ്ഞുകൊണ്ടിരുന്നു മന്ത്രിമാർ. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ കേന്ദ്രവിഹിതത്തെ സംബന്ധിച്ച്, ഓരോ കാര്യങ്ങളിലും കിട്ടുന്ന കേന്ദ്രവിഹിതത്തെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ ഈ തരത്തിൽ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും സാമ്പത്തിക ഇടപാടുകളുടെയും ഭാഗമായി GST ഇനത്തിൽ വലിയ തുക കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു. 1-2 രൂപയല്ല, 50,000-ലേറെ കോടി രൂപ കേരളത്തിന് കിട്ടാനുണ്ട് എന്ന് നിരന്തരമായി ബജറ്റ് പ്രസംഗത്തിലടക്കം പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ അതിനെ തുടർന്ന് കോടതിയിൽ പോയി. കേരളത്തിന് GST ഇനത്തിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിഹിതമായും 28,000 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് കണക്ക് കാണിച്ച് കോടതിയിൽ പോയി. കോടതിയിൽ പോകുന്നു എന്ന് പൊതുജനത്തിൻ്റെ മുൻപിൽ പറഞ്ഞു. പക്ഷെ കോടതിയിൽ പോയപ്പോൾ ഞങ്ങൾ ലോൺ എടുക്കണം, 13,000 കോടി ലോൺ എടുക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ പൊതുവിൽ കേരളത്തിലെ മന്ത്രിമാർ പുറത്ത് പറയുന്ന, അതിൽ നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കടത്തെ സംബന്ധിച്ച് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, കേരളത്തിൻ്റെ വിഹിതം കിട്ടാനുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായി അത് ആവർത്തിക്കാൻ, യഥാർത്ഥത്തിൽ അതിൻ്റെ കണക്കുകൾ അന്വേഷിച്ചു പോയാൽ, അല്ലെങ്കിൽ പുറത്ത് കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കണക്കുകൾ വരുന്നതോടുകൂടി പിന്നെ ഇവർക്കൊന്നും അതിൻ്റെ വസ്തുതകളിലേക്ക് പോയി ഒരു കണക്കെടുപ്പ് നടത്താനോ അത് പിന്നീട് ക്ലാരിഫൈ ചെയ്യാനോ ഈ മന്ത്രിമാരാരും മുതിരുന്നില്ല. ഉദാഹരണത്തിന് റേഷൻ കടകൾ വഴി അങ്ങ് ചോദിച്ചതുപോലെ കേന്ദ്രത്തിൻ്റെ ഒരു മണി അരി പോലും ഈ ഓണക്കാലത്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ പറയണ്ടേ, റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അരിയുടെ കാര്യത്തിലാണെങ്കിലും പഞ്ചസാരയുടെ കാര്യത്തിലാണെങ്കിലും മണ്ണെണ്ണയുടെ കാര്യത്തിലാണെങ്കിലും സാധാരണക്കാർക്ക് റേഷൻ കടകൾ വഴി ലഭിക്കുന്ന മറ്റ് കാലാകാലങ്ങളിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ധാന്യവർഗ്ഗങ്ങളാണെങ്കിലും, അത് ഗോതമ്പ് പൊടിയുടെ ഭാഗമായിട്ടാണെങ്കിലും ഇനി അതെല്ലാം മറ്റ് ധാന്യങ്ങളായിട്ട് കൊടുക്കുന്നതാണെങ്കിലും ഒക്കെ എവിടെ നിന്നാണ് ഈ വസ്തുക്കൾ വരുന്നത്, എവിടെ നിന്നാണ് ഇതിൻ്റെ ഷെയർ വരുന്നത്, ഫണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ അരി എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നോക്കണ്ടേ. റേഷൻ പൂളിൽ നിന്നല്ലേ ഇത് വരുന്നത്. ഓരോ സംസ്ഥാനത്തിനും അനുവദിക്കപ്പെട്ടിട്ടുള്ള അവരുടെ റേഷൻ കാർഡുകളുടെ എണ്ണവും APL BPL കാർഡുകളുടെ അടിസ്ഥാനത്തിലുമൊക്കെ അനുവദിക്കപ്പെടുന്ന പൂളിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ കേരളത്തിന് ആ പൂളിൽ നിന്ന് എത്രയാണോ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അത് കൃത്യമായി കേരളത്തിന് കിട്ടുന്നുണ്ട്. റേഷൻ പൂളിൽ നിന്ന് അനുവദിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ കേരളത്തിന് കിട്ടുന്നില്ല എന്നൊരാക്ഷേപം കേരളത്തിനില്ല, സംസ്ഥാനത്തിനില്ല, മന്ത്രിമാർക്കില്ല, പൊതുവിതരണ വകുപ്പ് മന്ത്രിക്കില്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും അത് മറച്ചു വെച്ചുകൊണ്ട് ഒരു മണി അരി പോലും കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞാൽ, റേഷൻ കടയിൽ ഓണസമയത്താണെങ്കിലും മറ്റ് വിശേഷങ്ങളുടെ സമയത്താണെങ്കിലും ഒക്കെ അരി വിതരണം ചെയ്യാനാണെങ്കിലും മറ്റ് വസ്തുക്കൾ വിതരണം ചെയ്യാനാണെങ്കിലും വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധിക പൂളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അധിക പൂളിൽ നിന്ന് വസ്തുക്കൾ അനുവദിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് അപേക്ഷ നൽകി അപേക്ഷ അനുവദിക്കുന്നതിനനുസരിച്ചിട്ടാണ് കിട്ടുക. അത് സ്വാഭാവികമായും അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ കാലത്തും കിട്ടുന്നത് പോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഒരു തർക്കവും അതിനകത്തില്ല. ഇപ്പോൾ FCI ഗോഡൗണുകൾ വഴിയല്ലേ ഇതെല്ലാം വിതരണം ചെയ്ത് റേഷൻ കടകളിലേക്ക് വരുന്ന. റേഷൻ കടകൾ സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ഭാഗമായിട്ടുള്ളതല്ലല്ലോ. അതിന് ഷെയർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു നിശ്ചിത ഷെയർ കേന്ദ്രത്തിലേക്ക് കൊടുത്തുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള പങ്കാളിത്തം, സംസ്ഥാനത്തിൻ്റെ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക്
ഇത് മുഴുവൻ തന്നെ തങ്ങളുടേതാണ് എന്നൊരു വാദം സംസ്ഥാന സർക്കാരിന് ഉയർത്താൻ കഴിയുമോ? റേഷൻ കടയെ സംബന്ധിച്ച് കഴിയില്ല. അപ്പോൾ റേഷൻ കടകളുടെ പൊതുവായിട്ടുള്ള വിതരണ സംവിധാനത്തിൽ ഒരു തരത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കില്ല എന്ന് ഒറ്റ പ്രസ്താവനയിലൂടെ പൊതുജനത്തിൻ്റെ മനസ്സിലേക്ക് എത്തിക്കാം എന്നാണ് ധരിച്ചിരിക്കുന്നത്. എത്രത്തോളം അപഹാസ്യമായ വാസ്തവവിരുദ്ധമായ ഒരു നിലപാടും രാഷ്ട്രീയ പ്രചരണവുമാണത്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇവിടെ കണക്കുകളില്ലേ? കൊടുക്കുന്ന അരിക്ക് കണക്കുണ്ട്, കൊടുക്കുന്ന ഗോതമ്പിന് കണക്കുണ്ട്, കൊടുക്കുന്ന മറ്റ് വസ്തുക്കൾക്ക് കണക്കുണ്ട്, മണ്ണെണ്ണയ്ക്ക് കണക്കുണ്ട്, പഞ്ചസാരയ്ക്ക് കണക്കുണ്ട്, എല്ലാത്തിനും കണക്കുണ്ട്. അതുകൊണ്ടാണ് ഈ പൊതുവിതരണ സമ്പ്രദായത്തെ, പൊതുവിതരണ സിസ്റ്റത്തെ മുഴുവൻ തന്നെ സംസ്ഥാനത്തിൻ്റെ ഉദാഹരണത്തിന് COVID-19 കാലഘട്ടത്തിലും പ്രളയ കാലഘട്ടത്തിലും ഇതേ പ്രചരണം തന്നെ നടന്നു. കേന്ദ്ര ഗവൺമെൻറ് ഒന്നും തന്നില്ല എന്നുള്ള പ്രചരണം, കിറ്റ് കൊടുക്കാൻ സഹായിച്ചില്ല എന്നല്ല. കിറ്റ് ആരാ കൊടുക്കാൻ തീരുമാനിച്ചത്? കിറ്റ് എവിടെ നിന്നാണ് ഉണ്ടായത്? അതിലെ വസ്തുക്കൾ എവിടെ നിന്നാണ് വന്നത്? കേന്ദ്രം ഏതൊക്കെ ധാന്യങ്ങളാണ് അതിൽ കൊടുക്കാൻ തീരുമാനിച്ചത്? എവിടെ നിന്നാണ് അതിനുള്ള വസ്തുക്കളെല്ലാം തന്നെ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ ഭാഗമായി വന്നത്? അപ്പം മറച്ചു വെക്കപ്പെടുക. 1 ലക്ഷം കോടിയുടെ ഒരു പാക്കേജ് എന്ന് മോദിജി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ, അല്ല, അത് മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ആ തരത്തിലുള്ള റേഷൻ സമ്പ്രദായത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത വസ്തുക്കൾ അത് ഒരു സ്ഥലത്തും തടയപ്പെട്ടിട്ടില്ല, അത് തടഞ്ഞു വെക്കപ്പെട്ടിട്ടുമില്ല. അത് കൃത്യമായി സംസ്ഥാനത്തിന് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ റേഷൻ കടകൾ പൂട്ടിപ്പോവില്ലേ? ഇപ്പം കേരളത്തിലെ റേഷൻ കടകളിൽ ആ തരത്തിലൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പം ദേശീയ തലത്തിൽ ഇതിൻ്റെ ആധാറുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ അളവ് തൂക്ക സംവിധാനത്തെ സംബന്ധിച്ച് ഇത് മെക്കനൈസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിന് കേരളം തയ്യാറായില്ല. എത്രയോ നാളുകൾ, എത്രയോ മാസങ്ങൾ ആ തരത്തിൽ അതിന് റേഷൻ കടകളെ നവീകരിക്കാൻ വേണ്ടി അതിൻ്റെ ആധാറുമായി ബന്ധിപ്പിച്ചുള്ള നടപടികളുടെ ഭാഗമായിട്ടുള്ള നടപടികൾക്ക് നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ റേഷൻ കടകൾക്ക് സംസ്ഥാന സർക്കാർ സപ്പോർട്ട് നൽകിയില്ല. അതുവഴി റേഷൻ മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അപ്പോൾ റേഷൻ കടകളിലൂടെയും രാഷ്ട്രീയം നടത്താം, റേഷൻ കടകളും രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ വേദിയാക്കി മാറ്റാം എന്ന് വിചാരിച്ചാൽ അതിനൊക്കെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമല്ലേ? പിന്നെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, ഇത് അങ്ങ് ചോദിച്ച ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രചരണമുണ്ടല്ലോ, ഇതാരുടെയെങ്കിലും പാടത്തുണ്ടായതാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇതാരുടെ പാടത്തുണ്ടായതല്ല. ഇത് ഈ രാജ്യത്തെ സാധാരണക്കാരുടെ, കർഷകരുടെ പണിയെടുക്കുന്ന പാടത്ത് ഉണ്ടായിട്ടുള്ള വസ്തുക്കളാണ് പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് വരുന്നത്. ഇനി അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഇതെല്ലാവരുടെയും അവകാശത്തിൻ്റെ ഭാഗമാണ്. റേഷൻ എന്നുള്ളത് അത് എത്ര സമ്പന്നനായാലും എത്ര താഴെത്തട്ടിൽ സാമ്പത്തിക സ്ഥിതിയിൽ നിൽക്കുന്ന ആളാണെങ്കിലും അവർക്കെല്ലാം അവരുടെ അനുപാതത്തിനനുസരിച്ച് റേഷൻ ലഭിക്കുക എന്നുള്ളത് അവരുടെ അവകാശത്തിൻ്റെ ഭാഗമാണ്. കാരണം നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസ്സാക്കപ്പെട്ടിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ എല്ലാ ആളുകൾക്കും അടിസ്ഥാനപരമായി അവരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ നിലനിർത്താനുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാനുള്ള എല്ലാ നടപടിയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും കൂടി അവരുടെ ഷെയറിനനുസരിച്ച് സ്വീകരിക്കപ്പെട്ടുള്ള നയമാണ്, നടപടിയാണ്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്, എത്തിക്കേണ്ടത് അതെല്ലാം കൃത്യമായ സമയത്ത്, ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ 1,82,000 കോടി ടൺ വസ്തുക്കൾ ഒരു മാസവും കേരളത്തിന് കൊടുക്കുന്നുണ്ട് റേഷൻ വിതരണത്തിന് വേണ്ടി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമാണ് കണക്കുകൾ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രചരണം നടത്താനുള്ള വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പൊതു മീഡിയയിലൂടെയും ഒരു കേന്ദ്രവിരുദ്ധ പ്രചരണത്തിനുള്ള വേദിയാക്കി ഓണക്കാലത്ത് റേഷൻ കടകളെ കൂടി മാറ്റാം എന്നാണ് സംസ്ഥാന സർക്കാർ വിചാരിക്കുന്നത്.